ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റഹ്മാൻ ഖാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ റഹ്മാൻ ഖാൻ പങ്കുവെക്കുന്നതാണ്. ആര്യാവർത്തം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ 10ാമത്തെ ദിവസമാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ത്രൂ ഔട്ട് വേഷം പോലത്തെ ഒരു വേഷം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 4 ദിവസം എൻ്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഷൂട്ട് ഉണ്ടായിരിക്കും. ഇന്ദ്രൻസും ജാഫർ ഇടുക്കിയൊക്കെയാണ് ഈ സിനിമയുടെ ലീഡിങ് ആക്ടേഴ്സ്. ബാക്കി ഭാഗങ്ങളൊക്കെ നടക്കുന്നത്, ലൊക്കേഷൻ കണ്ടിട്ടുള്ളത് വയനാടാണ്. അപ്പോൾ വയനാടിനെ താരതമ്യം ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള ലൊക്കേഷനൊക്കെ ഹണ്ട് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമ ആര്യാവർത്തം എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കാണ്. ആര്യന്മാരുടെ ആവാസ കേന്ദ്രമാണെന്നാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അപ്പൊ അത്തരം ഒരു ചെറിയ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ട് മുന്നാസ് മൊയ്തീൻ കണ്ടെത്തിയ ഒരു തിരക്കഥയെ പിന്തുടർന്നിട്ടാണ് ഈ സിനിമ. ഇതിന്റെ സംവിധായകൻ ആരാണ്? മുനാസ് മൊയ്തീൻ. പ്രൊഡ്യൂസർ ഇസ്മായിൽ കുറ്റിപ്പുറം. ബാക്കിയൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഈ സിനിമ നല്ല ഒരു ഹാർട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ആ രൂപത്തിലുള്ള അവാർഡ് രൂപത്തിലുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. തിയേറ്റർ സിനിമ എന്നുള്ള രൂപത്തിൽ ഇതിന് എത്രമാത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് വരും കാലത്ത് കണ്ട അറിയാം. പക്ഷെ സിനിമ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. നമ്മുടെ സംവിധായകൻ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇതേതാ സിനിമ? ഇത് ആര്യവർത്തം സിനിമയാണ്. ഇതിന്റെ സംവിധായകനാണിത്, മുനാസ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ ഇവിടെ മുമ്പിടിയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. സ്ക്രിപ്റ്റ് കബീർ പെരുമുളശ്ശേരി. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഹായ്. പ്രതിവിധി നോം അങ്ങോട്ട് പറയാം അല്ലേ? ദക്ഷിണ വെക്കണ്ട. ദക്ഷിണ എത്ര? ദക്ഷിണ തന്നിക്കണ ആൻസാ എങ്ങനെ ശരിയാവുക? ശരിയാവുള്ളൂ. ഇത് നമ്മുടെ കബീർ പെരുമുളശ്ശേരി. എന്തെങ്കിലും പറയാണ്ടൊക്കെ പറഞ്ഞു. ഈ സിനിമയുടെ ഒരു ഭാഗമാണ്. അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഇതിൻ്റെ ഡയറക്ഷനും മുനാസ് മൊയ്തീനാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പടമാണ്. ഈ സിനിമയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും. അതുപോലെ തന്നെ ഈ സിനിമയുടെ പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞു. ആര്യവർത്തം എന്ന ഈ സിനിമയുടെ വർക്ക് എത്രയും പെട്ടെന്ന്, തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുന്നതായിരിക്കും.